എം ശ്രീയിൽ CPM-നെ വെട്ടിലാക്കി പിണറായിയുടെ മുൻ അഡീഷണൽ PS-ന് ലേഖനം. കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനാകില്ല. LDF മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് പാകപ്പിഴയാണെന്നും രതീഷ് കാളിയാടൻ പറയുന്നു. റഹീസ് റഷീദ് വിവരമായി. റഹീസ്, എന്താണ് ഈ ലേഖനത്തിലുള്ളത്? സ്മൃതി, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രതീഷ് കാളിയാടനാണ് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിൽ UDF സർക്കാരിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് പിടിവള്ളിയാക്കാവുന്ന തരത്തിൽ ചില നിരീക്ഷണങ്ങളുണ്ട്. ഒന്നാമതായി അതിൽ പറയുന്ന ഒരു കാര്യം, LDF സർക്കാരിൽ ക്യാബിനറ്റിൽ PM ശ്രീ വിഷയം വന്ന സമയത്ത് ചില മന്ത്രിമാർ എതിർപ്പുയർത്തിയതുകൊണ്ട് മാറ്റിവെച്ചതാണ്. എന്നിട്ടും പിന്നീട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ആ പദ്ധതി ഒപ്പിട്ടത് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് രതീഷ് കാളിയാടൻ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗം. മറ്റൊന്ന്, PM ശ്രീ പദ്ധതിയിൽ നിന്ന് കരാർ ഒപ്പിട്ടത് കൊണ്ട് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി പിൻവാങ്ങാൻ കഴിയില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം അതിലെ ഓരോ വകുപ്പുകളും ചൂണ്ടിക്കാട്ടി ഈ വകുപ്പ് അനുസരിച്ച് കേരളത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്രത്തിന് മാത്രമേ പിന്മാറാൻ കഴിയൂ എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. ശരി, രതീഷ് കാളിയാടന്റെ ലേഖനം. അത് റഹീസ്, എവിടെയാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്? മലയാളം വാരികയിൽ ഈ ലക്കം പുറത്തിറങ്ങിയ മലയാളം വാരികയിലാണ് രതീഷ് കാളിയാടന്റെ ലേഖനം വന്നിരിക്കുന്നത്. ആ ലേഖനത്തിൽ മുഴുവൻ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ലേഖനമാണ് ഉള്ളത്. ആ ലേഖനത്തിൽ വാക്കും ഉറപ്പും മറക്കുന്ന വിദ്യ എന്ന പേരിലാണ് PM ശ്രീയെക്കുറിച്ച് വിശദമായ ഒരു ലേഖനമുള്ളത്. അതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ തന്നെ നിർത്തുന്ന തരത്തിൽ രതീഷ് കാളിയാടൻ ഈ സർക്കാരിനെന്നല്ല കേരളത്തിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല, അത് കേന്ദ്രം തീരുമാനിക്കണം എന്ന കാര്യം പറയുന്നത്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.